ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. മാർ തോമസ് ലീവ ഉപയോഗിക്കണമെന്ന് വത്തിക്കാൻ. അത് BJPയുടെ താമരക്കുരിശാണെന്ന് ഷൈജു. എറണാകുളം വിമതരും ഫരീദാബാദ് വിമതരും വത്തിക്കാനെ കേൾക്കില്ല, താമരക്കാരനെ കേൾക്കും. ഇതാണ് സീറോ മലബാർ സഭയുടെ ദുരന്തം, ദാരുണ ദൃശ്യം, ദുരവസ്ഥ. 1959 റോമായിൽ നിന്ന് നമുക്ക് അച്ചടിച്ച മുദ്രണം ചെയ്ത ഒരു പുസ്തകം തന്നിട്ടുണ്ട്. അതിന്റെ കോപ്പിയാണിത്. ഇത് മലയാളമാണ്. കർദിനാൾ ടിസറാൻഡ് പൗരസ്ത്യ തിരുസംഘത്തിന്റെ സെക്രട്ടറി ആയിരിക്കുന്ന സമയത്ത്, കാർഡിനൽ ടിസറാൻഡ് കോൺഗ്രിഗേഷൻ ഫോർ ദ ഓറിയന്റൽ ചർച്ചസ് സെക്രട്ടറി ആയിരിക്കുന്ന സമയത്താണ് 1959 ഈ പുസ്തകം നമുക്ക് നൽകിയത്. സാക്ര കോൺഗ്രിഗാസിയോ പ്രോ എക്ലേസിയ ഓറിയന്താലി, പൗരസ്ത്യ സഭകൾക്ക് വേണ്ടിയുള്ള വിശുദ്ധ കോൺഗ്രിഗേഷൻ, പൗരസ്ത്യ കാര്യാലയം, പൗരസ്ത്യ സഭകൾക്ക് വേണ്ടിയുള്ള കാര്യാലയം, വിശുദ്ധ കാര്യാലയം. ഓർദോ സെലബ്രാസിയോനിസ് കൂദാശ, പൗരസ്ത്യ സഭകൾക്ക് വേണ്ടിയുള്ള തിരുസംഘം, കൂദാശയുടെ ആഘോഷക്രമം, സീറോ മലബാർ സഭയുടെ ഉപയോഗത്തിന്, റോമ 1959. ഇതിനകത്ത് 6ാമത്തെ വകുപ്പായി പറഞ്ഞിരിക്കുന്നത് തിരുവസ്ത്രങ്ങളെക്കുറിച്ചൊക്കെയാണ്. അപ്പോൾ അതിനകത്ത് കൊത്തീന, സൂനാറ, സന്ത അല്ലെങ്കിൽ കയ്യുറ, ഊറാറ, പിന്നെയാണ് പൈന. ലത്തീൻ കാപ്പയ്ക്ക് തുല്യമാണ്. പൈന എന്ന് പറയുന്ന കാപ്പയ്ക്ക് തുല്യമായിട്ടുള്ള വസ്ത്രമാണ്. മുൻവശം തുറന്നതും കൊളുത്തിട്ട് ബന്ധിച്ചതുമാണ്. പുറകിൽ അത്ര വലുതല്ലാത്ത മാർ തോമസ് ലീവായാൽ അലങ്കൃതമാണ്. അതിന് ഗ്രീക്ക് കുരിശെന്നും പറയുന്നു. വിളുമ്പുകളെല്ലാം ചുറ്റും ബോർഡറുകളാൽ അലങ്കൃതമാണ്. സിൽക്ക് കൊണ്ടോ മറ്റു വിലപിടിപ്പുള്ള തുണി കൊണ്ടോ ഉണ്ടാക്കുന്നു. അതിന്റെ നിറത്തെപ്പറ്റി യാതൊരു പ്രത്യേക നിബന്ധനയും നിലവിലില്ല. അപ്പൊ ഈ കാപ്പ അല്ലെങ്കിൽ പൈന എന്ന് പറയുന്ന കുർബാന കുപ്പായത്തിന്റെ പുറകില് അത്ര വലുതല്ലാത്ത മാർ തോമസ് ലീവ വേണം. ഗ്രീക്ക് കുരിശെന്ന് വിളിക്കുന്ന മാർ തോമസ് ലീവ വേണം. ഇതാണ് റോമിൽ നിന്ന് നൽകിയിരിക്കുന്ന നിർദ്ദേശം. കുർബാന കുപ്പായത്തില് മാർ തോമസ് ലീവ വേണം എന്ന് റോം പറയുമ്പോൾ, ഇവിടെ ഈ എറണാകുളത്തും ഇപ്പൊ കുറച്ച് ഫരീദാബാദിലും പിന്നെ മറ്റു ചില രൂപതകളിലൊക്കെ ഉണ്ട്. ഇത് താമരക്കുരിശാണ്, BJPയുടെ താമരയാണ്. പിന്നെ വേറെ ചില വാക്കുകൾ പറയുന്നുണ്ട്, നമുക്കത് ഇവിടെ ഒരു വീഡിയോയിൽ പറയാൻ കൊള്ളൂല. പിന്നെ അത് ക്ലാവർ കുരിശാണ്, പിന്നെ മാനിക്കയനാണ്. ഇങ്ങനെയൊക്കെ ഇവർക്ക് വന്നിരുന്ന് നമ്മുടെ സഭയെ അവമാനിക്കാനായിട്ട്, അധിക്ഷേപിക്കാനായിട്ട് എങ്ങനെ കഴിയുന്നു? സ്വന്തം സഭയുടെ പൈതൃകം മനസ്സിലാക്കാതെയും അതിന്റെ ആഴമേറിയ ദൈവശാസ്ത്രം ഗ്രഹിക്കാതെയും ഇങ്ങനെ നമ്മുടെ സഭയെ അധിക്ഷേപിക്കുന്നവർക്കെതിരെ നടപടിയെടുക്കാൻ കഴിയാത്ത നേതൃത്വം എന്തിനാണ് ഇങ്ങനെ ഇരിക്കുന്നതെന്ന് അറിഞ്ഞുകൂടാ. നാഴിക്ക് 40 വട്ടം അവർ വലിയ വലിയ ഉപദേശങ്ങളൊക്കെ നൽകുകയും ഇത്തരം പാഷാണ്ഡതകളും ശീഷ്മകളുമായിട്ട് ആളുകള് വീഡിയോ ഇറക്കുകയും ചെയ്യുമ്പോൾ അതല്ല സഭയുടെ നിലപാട്, ഇങ്ങനെ റോം പഠിപ്പിച്ചിട്ടുണ്ട് എന്ന് കൃത്യമായി ഒരു നിലപാട് പറയാൻ ലിറ്റർജി കമ്മീഷനോ ഈ മീഡിയ കമ്മീഷനോ അതിനൊക്കെയല്ലേ ഇത് ഈ സംഗതികളൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഒരു പാഷാണ്ഡതയുമായി മാനിക്കൈൻ പാഷാണ്ഡതയുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ റോമിൽ നിന്ന് ഇങ്ങനെ നിർദ്ദേശം നൽകുമായിരുന്നോ? റോം ഇതുപോലെ പാഷാണ്ഡതയും ശീഷ്മയും ഒക്കെ പഠിപ്പിക്കാൻ വേണ്ടി ഇരിക്കുന്നവരാണോ? അവർ സാമാന്യ ബുദ്ധിയെങ്കിലും മനസ്സിലാക്കിയാൽ ഉണ്ടെങ്കിൽ റോമിൽ നിന്ന് ഇങ്ങനെ കൃത്യമായി നിർദ്ദേശം നൽകിയിട്ടുണ്ടെങ്കിൽ അതിലെന്തെങ്കിലും സത്യമുണ്ടാകും, അത് പഠിക്കാതെ അവർ ചെയ്യില്ല എന്ന് ഗ്രഹിക്കാനുള്ള ഒരു സാമാന്യ ബുദ്ധിയും സാമാന്യ ബോധമെങ്കിലും വേണ്ടേ? മാനിക്കയനോ മാർ തോമസ് ലീവ എന്ന പേരിൽ ഞാനൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്. ഇവര് പറയുന്ന സകല ആരോപണങ്ങൾക്കുള്ള മറുപടിയും അതിനകത്ത് കൊടുത്തിട്ടുണ്ട്.
എറണാകുളത്തെ സഭയെ സ്നേഹിക്കുന്ന സത്യവിശ്വാസികളെ, നിങ്ങളുടെ കയ്യിൽ കുറച്ച് പൈസ ഉണ്ടെങ്കിൽ, എന്തെങ്കിലും കാര്യം ഇപ്പം നോമ്പ് കാലത്തോ ദശാംശമായിട്ടോ അങ്ങനെ വല്ലതൊക്കെ ഉണ്ടെങ്കിൽ, എന്റെ പുസ്തകം ചെലവാകാൻ വേണ്ടി പറയുന്നതല്ല, നിങ്ങൾ വാങ്ങിക്കും എന്ന് വിചാരിച്ചിട്ടൊന്നല്ലല്ലോ ഞാൻ ഇറക്കിയത്. നിങ്ങൾ ഈ പുസ്തകത്തിന്റെ കുറച്ച് കോപ്പികൾ വാങ്ങിച്ചിട്ട് അവിടെ ഇവിടേക്ക് ഒന്ന് കൊണ്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. വായിക്കാതിരിക്കെ ചെയ്യട്ടെ. ചില പള്ളികളിലോ ആശ്രമങ്ങളിലോ റെയിൽവേ സ്റ്റേഷനിലോ ഈ പുസ്തകത്തിന്റെ കുറച്ച് കോപ്പികൾ നിങ്ങൾ അവിടെ ഇവിടെ എല്ലാം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യൂ. അതൊരു സുവിശേഷ പ്രഘോഷണമാണ്. പ്രത്യേകിച്ചും വിമതർ വരാൻ സാധ്യതയുള്ള സ്ഥലത്തൊക്കെ നിങ്ങളൊന്ന് കൊണ്ടുപോയി വെക്കുക. 100 പേര് കാണുകയും ചിലരെ എടുത്ത് വീക്കൊക്കെ ചെയ്താലും ആർക്കെങ്കിലും ഒരാളുടെ മനസ്സിൽ ചിലപ്പോൾ പരിശുദ്ധാത്മാവെന്ന് തോന്നിപ്പിച്ചാലോ. അതുകൊണ്ട് ഈ കുരിശ് കണ്ട ചെകുത്താനെ പോലെയാണ് മാർ തോമസ് ലീവ കണ്ട വിമത വൈദികരും മുന്നേറ്റക്കാരും. എന്നിട്ട് ഇതെല്ലാം എടുത്തു മാറ്റിക്കോ, ഇതൊന്നും ആവശ്യമില്ല എന്നെല്ലാം മട്ടില് എറണാകുളത്ത് അങ്ങനെ കുറെ പേര് പറയണു. അതിന് മറ്റൊരു ഉപനിൽക്കും പ്രചരിക്കുമ്പോൾ റോം പറയാണ് മാർ തോമസ് ലീവ വേണമെന്ന് രേഖാമൂലം നമ്മൾ എഴുതി അറിയിച്ചിരിക്കുന്നു. എന്നാൽ ഇയാള് പറയുന്നു അത് താമരക്കുരിശാണ്, BJPയുടെ കുരിശാണ്, ക്ലാവർ കുരിശാണ്, മാനിക്കയനാണ് എന്നെല്ലാം പറഞ്ഞ് സഭാവിരുദ്ധമായ പ്രവർത്തനങ്ങൾ ചെയ്യുന്നു. സഭാവിരുദ്ധ പ്രവർത്തനങ്ങൾ. നമ്മുടെ സഭയുടെ ദേശീയ പതാക, ത്രിവർണ്ണ പതാക, ഇന്ത്യയുടെ ദേശീയ പതാക, അതെന്തുമാത്രം വിലപ്പെട്ടതാണോ ഇന്ത്യക്കാർക്ക്, അതുപോലെ വിലപ്പെട്ടതാണ് മാർ തോമസ് ലീവ സീറോ മലബാർ സഭയില്. സീറോ മലബാർ സഭയുടെ തനത് സ്റ്റാൻഡേർഡാണത്, പതാകയാണത്, ചിഹ്നമാണത്, നമ്മുടെ ദൈവശാസ്ത്രം ഉറക്കെ ഉദ്ഘോഷിക്കുന്ന സംഗതിയാണത്. അതിനെ ഇങ്ങനെ അവമാനിക്കുമ്പോൾ അത് ശരിയല്ല എന്ന് പറയാൻ ബന്ധപ്പെട്ടവർ തയ്യാറാകണ്ടേ? അതിനല്ല ഇത്തരം പാഷാണ്ഡതകളും ശീഷ്മകളും അതിനെ ചെറുത്തു നിൽക്കാൻ വേണ്ടിയല്ലേ ഈ വിശ്വാസ പരിശീലനം? അതിനു വേണ്ടിയല്ലേ കമ്മീഷൻസ്? ഈ ചില ടെക്സ്റ്റുകൾ ഉണ്ടാക്കി തരാൻ വേണ്ടി മാത്രമാണോ? നമ്മുടെ സഭയെ ഇങ്ങനെ പരസ്യമായി അവമാനിക്കുമ്പോൾ അതിനെ തടയിടാനായിട്ട് നമുക്കൊരു ചുമതലയില്ലേ? എന്നിട്ട് എറണാകുളത്തിന്റെ ചുണക്കുട്ടികളാണ്, നിങ്ങൾ അവിടെയും പോയി പ്രശ്നമുണ്ടാക്കുന്നും പറഞ്ഞ് പ്രശ്നമുണ്ടാക്കാനായിട്ട് ഇങ്ങനെ പറഞ്ഞു വിടുമ്പോൾ അത് ശരിയല്ല, അത് തെറ്റാണ്, അങ്ങനെ ചെയ്യുന്ന പാടില്ലെന്ന് എന്തേ നമ്മുടെ നേതാക്കന്മാർക്ക് പറയാൻ പറ്റാത്ത? ആളുകളെ ആശയക്കുഴപ്പത്തില് ഇങ്ങനെ നിർത്തണം എന്നാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? മനുഷ്യർക്ക് സത്യവേദം പഠിപ്പിച്ചു കൊടുക്കാൻ അതല്ലേ ഏറ്റവും വലിയ ചുമതല നിങ്ങളുടെ? ചുമതല നിറവേറ്റാതെ ആളുകൾ തെറി പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? നിങ്ങൾക്ക് അറിവില്ല, നിങ്ങൾ അജ്ഞരാണ്. പഠിപ്പിക്കേണ്ട ആൾക്കാരെ പഠിപ്പിക്കുന്നുമില്ല, അവരും അജ്ഞരാണ്. അതിനാൽ നമ്മുടെ മുമ്പിൽ ഒരു ചോയ്സ് ഉണ്ട്. നമ്മള് സഭയെ അനുസരിക്കണോ അതോ ഈ വിമത പ്രവർത്തനം നടത്തുന്ന ഇയാളെ അനുസരിക്കണോ? നിങ്ങൾ തീരുമാനിക്കൂ. നമ്മൾ സഭയെ, അതായത് റോമിൽ നിന്ന് കിട്ടിയ കൽപ്പന അനുസരിച്ചുള്ള കാര്യങ്ങൾ അംഗീകരിക്കുന്ന സഭയെ, ആ നേതൃത്വത്തെ, വത്തിക്കാൻ പറഞ്ഞ ആ നേതൃത്വം അംഗീകരിക്കുന്ന നേതൃത്വമാണ് ഞാൻ പറയുന്നത്. സഭയുടെ ശരിക്കുള്ള പരമാധികാരത്തെ അംഗീകരിക്കുന്ന നേതൃത്വത്തെ നമ്മൾ അനുസരിക്കണോ അതോ അതിന് പുറംതിരിഞ്ഞു നിൽക്കുന്ന വിമതര്, ഒരു മെത്രാന്മാരോ വൈദികരോ അൽമായരോ ആരുമാകട്ടെ, അങ്ങനെ സഭാവിരുദ്ധ പ്രവർത്തനം നടത്തുന്ന, പാഷാണ്ഡത പഠിപ്പിക്കുന്ന, ശീഷ്മ എന്ന വിഭാഗീയത പ്രോത്സാഹിപ്പിക്കുന്ന ആളുകളെ പിന്തുടരണോ? ഇത് നമ്മുടെ വലിയ ചോയ്സ് ആണ്. കർത്താവിന്റെ ഒപ്പം നിൽക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നമ്മൾ വത്തിക്കലിന് പറഞ്ഞിരിക്കുന്ന നിർദ്ദേശം അനുസരിച്ച് മാർ തോമസ് ലീവ ഉപയോഗിക്കണം. അതിന്റെ ആഴമേറെ ദൈവശാസ്ത്രം പഠിക്കണം. ഇതിന് ബുദ്ധിയല്ല വേണ്ടത്, താല്പര്യമാണ്, സഭയോട് സ്നേഹം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.